മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ അന്ത്യന്യായവിധിയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങി വെച്ചത്. എന്നാൽ അത് കഴിഞ്ഞ ആഴ്ച തീരാനായിട്ട് പറ്റിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സുവിശേഷത്തെക്കുറിച്ചുള്ള കൃപയുടെ സുവിശേഷം, രാജ്യത്തിൻ്റെ സുവിശേഷം, നിത്യസുവിശേഷം ഇതിനെക്കുറിച്ചുള്ളതിൻ്റെ വ്യത്യാസങ്ങളെക്കുറിച്ച് നമ്മൾ പറയുകയായിരുന്നു. ദൈവം ന്യായവിധി അയക്കുന്നതിന് മുമ്പ് എപ്പോഴും വാണിംഗ് വന്നതിന് ശേഷമാണ് ന്യായവിധി അയക്കുന്നത്. പഴയ നിയമത്തിലും അങ്ങനെയായിരുന്നു, അവസാനം വരെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴെല്ലാം കഴിഞ്ഞു, ഏകദേശം എല്ലാം സമാപ്തിയായി. 1000 ആണ്ട് വാഴ്ചയും കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഒരു വാക്യം വായിച്ച് കേൾപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം തൊട്ട് ഇങ്ങോട്ടുള്ള വാക്യങ്ങൾ വായിക്കാം. വെളിപ്പാട് പുസ്തകം 20-10 തൊട്ട്. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തനിരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾക്ക് ഉള്ള വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇവിടെ കാണുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട് ഗോഗ് മാഗോഗ് യുദ്ധം കഴിഞ്ഞ് പിശാചിനെ പിടിച്ചിട്ട് മൃഗവും കള്ളപ്രവാചനും കിടക്കുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളഞ്ഞു. ആദ്യം ഉദ്ഘാടനം നടത്തിയത് മൃഗത്തെയും കള്ളപ്രവാചകനെയുമാണ്. പിന്നീട് അതിലേക്കാണ് പിന്നെ ഓരോരുത്തരെയും കൊണ്ടിടുന്നത്. അതിലേക്ക് ഇവിടെ കാണുന്നത് രാപ്പകൽ ദണ്ഡനം സഹിക്കാനായിട്ട് ആ തൃത്വത്തിൽ മൂന്നാമനായ പിശാചിനെ എന്നേക്കുമായിട്ട് അവനെയും തള്ളിക്കളഞ്ഞു. അപ്പോൾ അവൻ്റെ ന്യായവിധി അവസാനിച്ചു, പിശാചിൻ്റെ ന്യായവിധി അവസാനിച്ചു. ഇവിടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ദൂതന്മാരുണ്ട്. ഏകദേശം 1/3 ദൂതന്മാരെ ഇവൻ വലിച്ച് കൊണ്ട് ഉയരത്തിൽ നിന്ന് ഞാൻ ദൈവത്തിൻ്റെ ഉയരത്തിൽ സിംഹാസനം വയ്ക്കുമെന്ന് പറഞ്ഞ് നിഗളിച്ച് അവനെ അവിടുന്ന് പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഈ കള്ള ഫോഷ്കു കൊണ്ട് ഈ ദൂതന്മാരെ തെറ്റിച്ച് അവൻ്റെ പക്ഷത്തിലാക്കി കൊണ്ടുവന്നിട്ടുള്ള കുറേ ദൂതസംഘങ്ങളുണ്ട്. അവരെയും ഈ തരുണത്തിൽ തന്നെ അവർക്കും ന്യായം വിധിച്ച് അവരെ ടാർട്ടറസിലേക്ക് ഇട്ടു കളഞ്ഞു എന്ന് നമുക്ക് കാണാൻ പറ്റും. അഗാധ കൂപം, അങ്ങോട്ടേക്ക് അവരെ ഇട്ടു കളഞ്ഞു എന്ന് നമുക്ക് കാണാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പിശാചിനെ എന്നേക്കുമായിട്ട് ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിട്ടു. ഇനി പിശാചിൻ്റെ ഒരു പ്രസൻസ് ഇല്ല അവിടെ. നേരത്തെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് 1000 ആണ്ട് കഴിഞ്ഞ് അവനെ തുറന്നു വിട്ടു. കുറച്ച് നാളത്തേക്ക് തുറന്നു വിട്ടു. അവൻ പോയി ആളുകളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി വീണ്ടും. എന്നുവെച്ചാൽ 1000 ആണ്ട് വാഴ്ചക്കാലത്ത് കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാത്തവരും പുതുതായിട്ട് ജനിച്ചവരും ഒക്കെ ഉണ്ടല്ലോ, അവിടെ ഒരുപാട് പേരുണ്ട്. അത് നമ്മൾ 1000 ആണ്ട് വാഴ്ചയിൽ നമ്മൾ സംസാരിക്കാം. അവരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തു. അപ്പോഴാണ് ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ കൊന്നുകളഞ്ഞിട്ട് പിശാചിനെ പിടിച്ച് ഗന്ധക തീപ്പൊയ്കയിലേക്ക് ഇട്ട് കളഞ്ഞതായിട്ട് കാണും. അതിനുശേഷമാണ് ആകാശവും ഭൂമിയും ഓടിപ്പോയി. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആകാശവും ഭൂമിയും ഓടിപ്പോയി. പഴയ ഭൂമിയും ആകാശത്തെയൊക്കെയും സകലവും ചുട്ടഴിച്ച് കളയുമെന്ന് 2 പത്രോസ് 3:7, 11, യെശയ്യാവ് 34:4 ഒക്കെ പറയുന്നുണ്ട്. ഞാൻ ആ വാക്യങ്ങളൊന്നും എടുത്ത് ഇപ്പോൾ റെഫർ ചെയ്യുന്നില്ല, അതിനകത്തെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് വായിച്ചു നോക്കുക. 2 പത്രോസ് 3:7, 11 ഇതിൽ പഴയ ആകാശവും പഴയ ഭൂമിയും എല്ലാം ചുട്ടഴിച്ച് കളഞ്ഞു, സകലതും ചുട്ടഴിച്ച് കളഞ്ഞു.
എന്നിട്ട് ഇപ്പം എവിടെയാണ് ഈ വെള്ള സിംഹാസനം ഇരിക്കുന്നത്? ഈ വെള്ള സിംഹാസനം ഇരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ക്ലിയറായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അത് ശൂന്യാകാശത്തായിരിക്കാം, അതോ ഇനി മറ്റു വല്ല ഗോളങ്ങളിലാണോ എന്നും അറിയത്തില്ല. എന്തായാലും ദൈവത്തിന് ശൂന്യതയിൽ പോലും ഈ സിംഹാസനം വെക്കാനായിട്ട് കഴിയും എന്ന് നമ്മൾ മറന്നുപോകരുത്. ദൈവത്തിനത് കഴിയും. ദൈവം സർവജ്ഞാനിയും സർവ്വവ്യാപിയും സർവശക്തനുമായിട്ടുള്ള ദൈവത്തിന് ഇത് കഴിയാതിരിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആകാശവും ഭൂമിയും എല്ലാം മാറിപ്പോയി, വെള്ള സിംഹാസനം പ്രത്യക്ഷപ്പെട്ടു. അവിടെ കാണുന്നത് എന്താണ്? അവിടെ കാണുന്നത് മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. അവിടെ മരിച്ചവരെല്ലാവരും എന്ന് വെച്ചാൽ ഇതുവരെയും ലോകത്തിൽ വന്ന് മരിച്ചിട്ടുള്ള എല്ലാവരും, കുറേ പേര് ഉയർത്തുന്നേറ്റു. ഒന്നാം പുനരുത്ഥാനത്തിൽ കുറേ പേര് പോയി. അവരെല്ലാം എവിടെ ഉണ്ട്? കുറച്ച് പേര് യേശുവിനോടൊപ്പം വിശുദ്ധ യെരുശലേം അവിടെയുണ്ട്. കുറച്ച് പേര് 1000 ആണ്ട് വാഴ്ചയിലുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അവരെല്ലാം ദൈവത്തോടു കൂടെ ഇങ്ങനെ ആയിരിക്കുകയാണ്. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട് ആണല്ലോ ഈ പിശാചിനെ അഴിച്ചുവിട്ട് ഈ പിശാച് അവരെ ഇൻഫ്ലുവൻസ് ചെയ്തതിന് ശേഷം കുറേ പേര് ചത്തുപോയി. അവരെല്ലാം വരും ഇതിനകത്ത്. ആ മരിച്ചവരും ഒക്കെ ഇതിനകത്ത് വരും. ആബാലവൃദ്ധം എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. ബാക്കിയുള്ളവരെല്ലാം പുതിയ യെരുശലേമിൽ അല്ലെങ്കിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടായി അവിടെയാണ് ഉള്ളത്. ഇത് ശൂന്യാകാശത്തിലാണ് നടക്കുന്നത്. ഇത് സ്പേസിലാണെന്നുള്ളൊരു ചിന്തയാണ് എനിക്കുള്ളത്. അത് അവിടെ എല്ലാവരും എല്ലാവരുടെയും ആത്മാക്കൾ ഉയർത്തെഴുന്നേറ്റ് അവിടെ വന്നു കാണും. മരിച്ചവർ ആബാലവൃത്തം വരും, വന്നു കാണുമെന്നല്ല, വരും. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിൽ നിൽക്കുന്നത് കാണും. അതിനകത്ത് എവിടെയൊക്കെ പോയിട്ടുള്ളവരും എല്ലാം വരും. സമുദ്രത്തിൽ പോയവർ, ഭൂമിയുടെ അടിയിൽ പോയവർ എല്ലാവരും അതിനകത്ത് വരും. ആദ്യമുള്ള സകല ദുഷ്ടന്മാർ, ചെറിയവരും വലിയവരും, അടിമകളും പ്രമാണികളും രാജാക്കന്മാരും സേവകന്മാരും, ആബാലവൃത്തം, യേശുവിനെ അനുസരിക്കാത്ത സകല ജനവും, ദൈവത്തെ അനുസരിക്കാത്ത സകല ജനവും, അത് സകല വ്യാജശക്തികളെയും അവൻ ന്യായം വിധിക്കും. അത് മിസ്രൈമിലെ സകല ദേവന്മാരെയും ന്യായം വിധിച്ചതുപോലെ മാനവജാതിയെ വഞ്ചിച്ച സകല ആരാധനാമൂർത്തികളെയും ദൈവം ന്യായം വിധിക്കും എന്ന സാരം. അതിനകത്ത് ഒരുപാട് റെഫറൻസസ് പറയാനുണ്ട്. ഞാൻ അതിലേക്കൊന്നും കയറുന്നില്ല. എസ്കേൽ 12:2, റോമർ 14:12, 1 പത്രോസ് 4:3 ഇതെല്ലാം യേശുവിനെ അനുസരിക്കാത്തവരുടെ ന്യായവിധിയെക്കുറിച്ചാണ്. അത് ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രമാണമുണ്ട്, ബേസിക് സ്റ്റാൻഡേർഡുണ്ട്. അത് വെച്ചിട്ടാണ് ഇവിടെയും ന്യായം വിധിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്കറിയാം? 3 സ്റ്റാൻഡേർഡുകളാണ് ഇവിടെ ഉള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞാണ് ന്യായവിധിയിൽ ദൈവത്തിൻ്റെ വചനം വെച്ച് ന്യായം വിധിക്കുന്നതായിട്ട് പറയുന്നത്. ഇവിടെ 3 സ്റ്റാൻഡേർഡുകളാണ് ഇവിടെ ന്യായം വിധിക്കാനായിട്ട് വന്നത്. ഒന്ന് ദൈവവചനം, സത്യവചനം, മനുഷ്യർക്കായി ദൈവം സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന വചനം, അതൊരിക്കലും മാറിപ്പോകുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഈ ദൈവത്തിൻ്റെ വചനം നമ്മൾ ഈ പറയുന്ന വചനമില്ല. സങ്കീർത്തനം 119:89 എഴുതിയിട്ടുണ്ട്, എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം. അത് ഇവിടെ മാത്രമല്ല, ഈ ഭൂമിയിൽ മാത്രമല്ല, സ്വർഗത്തിലും സ്ഥിരമായിരിക്കുന്നു. അതാണ് മനുഷ്യനെ ന്യായം വിധിക്കാനായിട്ട് എടുക്കുന്ന ഒരു ബേസിക് സ്റ്റാൻഡേർഡ്. യോഹന്നാൻ 12:48 നമ്മൾ പറഞ്ഞാണ്, ഞാൻ സംസാരിച്ച വചനം നിമിത്തം നിങ്ങളെ ന്യായം വിധിക്കും. ദൈവത്തിൻ്റെ വചനം സ്ഥിരമായിട്ടുള്ള ദൈവത്തിൻ്റെ വചനം, മാറ്റമില്ല. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും മാറിപ്പോകുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നോട് ഫോണിൽ കൂടെ ചോദിച്ച ചോദ്യമാണ്, ദൈവത്തിൻ്റെ വചനത്തിന് എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തണം ഈ നാളുകളിൽ, അതുപോലെ എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുന്നത് എന്നൊക്കെ ചോദിച്ചു. നമ്മൾക്ക് മുമ്പിൽ എഴുതി കിട്ടിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, മോശ തൊട്ടിങ്ങോട്ടുള്ളവർ എഴുതിയിട്ടുള്ള ദൈവത്തിൻ്റെ വചനം, ഒരു വള്ളിയോ പുള്ളിയോ വ്യത്യാസമില്ലാതെ, അതൊരു വ്യത്യാസമില്ലാതെ മാറ്റമില്ലാതെ ഇരിക്കുകയാണ്. ശാസ്ത്രമൊക്കെ പറയുന്നത് പിന്നെയും അതിനകത്ത് പുതുതായിട്ട് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഹിസ്റ്ററിയൊക്കെ മാറിപ്പോകുന്നുണ്ട്, പുതിയ റെക്കോർഡുകൾ വരുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം അന്നുള്ളതും ഇന്നുള്ളതും എല്ലാം സ്ഥിരമാണ്. 2000 വർഷത്തിനും 2500 വർഷത്തിനും മുമ്പുള്ള എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴെ പ്രവാചകന്മാർ എഴുതിയിരിക്കുന്ന ഇപ്പോഴതുപോലൊക്കെ നടക്കുക എന്ന് പറയുമ്പോൾ
അതിലൊക്കെ എന്ത് സത്യമാണുള്ളതെന്നറിയാം. അതുകൊണ്ടാണ് ദൈവവചനം ബേസിക്കായിട്ട് എടുത്തിട്ടാണ് ന്യായം വിധിക്കുന്നതെന്ന് പറയുന്നത്. അതിന് പ്രധാന പുസ്തകം ന്യായവിധിക്ക് ഉപയോഗിക്കുന്ന ഒന്ന് ദൈവവചനമാണ്. പിന്നെ രണ്ടാമത് ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ജീവൻ്റെ പുസ്തകം എന്നൊരു പുസ്തകം. 12-ാം വാക്യത്തിൽ, റെവലേഷൻസ് 20:12 വാക്യം, ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. ഈ ജീവൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരുകൾ എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണത്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കറിയത്തില്ലേ, നമ്മുടെ പേര് എവിടെയെങ്കിലും ഒരു രജിസ്ട്രി കാണത്തില്ലേ, റേഷൻ കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മളുടെ പേര് എഴുതുന്നത് പോലെ തന്നെ സ്വർഗത്തിലെ ജീവനുള്ള പുസ്തകത്തിൽ പേരെഴുതിയിട്ടുണ്ട്. ജീവനുള്ള പുസ്തകം എന്ന് പറയുന്ന മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ, ജീവപുസ്തകം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമുക്ക് ഒരു എറ്റേണൽ ലൈഫ്, ഒരു നിത്യജീവൻ കിട്ടിയിട്ടുള്ള ആൾക്കുള്ളൊരു പുസ്തകമാണ്. എങ്ങനെയാണ് നമുക്ക് നിത്യജീവൻ പ്രാപിക്കുന്നത്? എറ്റേണൽ ലൈഫ് ദൈവം തൻ്റെ മകനെ ഈ ലോകത്തിലേക്ക് അയച്ചു. യോഹന്നാൻ 3:16, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. അതിന് കർത്താവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് നിത്യജീവൻ്റെ ഉള്ള പ്രമാണം, നിത്യജീവൻ കിട്ടാനുള്ള പ്രമാണം. വെള്ളത്താലും ആത്മാവിലും വീണ്ടും ജനിക്കുക. നമ്മളെ ഫെയ്ത്ത് സീരീസിൻ്റെ ആദ്യത്തുള്ള എപ്പിസോഡുകളിൽ അതാണ് പറഞ്ഞത്, വീണ്ടും ജനനം, ട്രാൻസ്ഫർമേഷൻ ഓഫ് ഹാർട്ട്, ഹൃദയത്തിൻ്റെ രൂപാന്തരം. ഈ ജീവപുസ്തകം എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ 7 തവണയും പഴയ നിയമത്തിൽ 3 തവണയും ജീവൻ്റെ പുസ്തകം, ജീവപുസ്തകം എന്ന് എഴുതിയിട്ടുണ്ട്. അത് എൻ്റെ റെഫറൻസസ് ഒക്കെ ഉണ്ട്. ഞാൻ പറയുന്നത്, കർത്താവിനാൽ വീണ്ടെടുക്കപ്പെടുമ്പോൾ നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടും. അതായത് നിങ്ങൾ ചോദിക്കും, ബ്രദറെ പഴയ നിയമത്തിലൊന്നും കർത്താവില്ലായിരുന്നല്ലോ, കർത്താവിനാൽ എങ്ങനെയാണ് വീണ്ടെടുക്കപ്പെടുന്നത്? അങ്ങനെ ആകുമ്പോൾ പഴയ നിയമത്തിലുള്ള വിശുദ്ധന്മാരുടെയൊക്കെ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതണ്ടേ എന്നൊക്കെ ചോദിക്കാം. അന്ന് ദൈവം അവർക്ക് ന്യായപ്രമാണം കൊടുത്തിട്ടുണ്ട്. ന്യായപ്രമാണം അനുസരിച്ചുള്ള ശിക്ഷയും അന്ന് തന്നെ കൊടുത്തിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഭാഗത്ത് ഉള്ള വിശുദ്ധന്മാർ ആ സമയത്ത് നമ്മൾ പഠിച്ചാൽ അറിയാം, നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ അറിയാം, അവരും ഈ നിത്യരാജ്യം നോക്കി പാർത്തിരുന്നു. എപ്പോഴും അത് ആവശ്യമാണ്. ഇപ്പോഴും നമ്മളും കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടെന്ന് പറഞ്ഞ് നമ്മുടെ പരിപാടി തീർന്നു എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയല്ല. നമ്മൾ ഇപ്പോഴും ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി അല്ലെങ്കിൽ ആ സ്വർഗരാജ്യത്തിന് വേണ്ടി നോക്കി പാർത്തിരിക്കുന്നവരാണ്. അങ്ങനെ അന്നും ഉണ്ടായിരുന്നു, ആൾക്കാർ പാർത്തിരുന്നു. അബ്രഹാമിൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. അതുപോലെ ആ തലമുറകളിലെ അനേകം ആളുകൾ ഈ സ്വർഗരാജ്യത്തെ നോക്കിയിരുന്നു, ദൈവം അവരെ കൊണ്ടുപോകും എന്നുള്ള കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം, ദൈവം തന്നെ ശില്പിയായി അടിസ്ഥാനമിട്ട് ശില്പിയായ ഒരു നിത്യഭവനം. അത് അവരുടെ ശരീരവും രൂപാന്തരപ്പെടുമെന്നവർക്കറിയായിരുന്നു. നിത്യമായൊരു ഭവനത്തിൽ, ദൈവം തന്നെ അടിസ്ഥാനമിട്ടൊരു ഭവനത്തിൽ അവർ വസിക്കുമെന്നും അറിയായിരുന്നു. അതുകൊണ്ടാണ് അബ്രഹാം കൂടാരങ്ങളിൽ തന്നെ താമസിച്ചത്. അബ്രഹാം അന്ന് ഇഷ്ടിയുള്ള വീടൊക്കെ വെട്ടാനുള്ള എല്ലാ സിറ്റുവേഷനും ഊരിലുണ്ടായിരുന്നു. എന്നാൽ അവിടെ വെച്ച് അതിൽ പെർമനൻ്റായിട്ട് വീട് വെക്കാതെ അബ്രഹാം ആ സമയത്ത് ഈ ടെൻറ്റുകളിൽ താമസിക്കുകയായിരുന്നു. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതാത്ത ആർക്കും തന്നെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനമില്ല. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതുന്നു. പഴയ നിയമ വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം അവരതിനുവേണ്ടി കാത്തിരുന്നു. ദൈവം അവരെ പ്രവേശിപ്പിക്കും. അതിനെ പ്രവേശിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല. അവരുടെ ന്യായവിധിയെക്കുറിച്ചും അവരെ എങ്ങനെയാണ് പ്രവേശിപ്പിക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃപയുടെ യുഗത്തിലാണ്. ഏറ്റവും ഈസിയാണ് കൃപായുഗം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ കൃപായുഗത്തിൽ ജീവൻ്റെ പുസ്തകത്തിൽ എന്നെ കേൾക്കുന്ന ആരുടെയും പേരെഴുതിയിട്ടില്ലെങ്കിൽ അവർ പേരെഴുതാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കണം. കർത്താവ് എൻ്റെ പേരും എഴുതണം. നമുക്ക് വേറൊരു പേരൊക്കെയാണ് തരുന്നത്. ഞാനതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേറൊരു പേര് തരുന്ന കാര്യം, നമ്മുടെ പേരിൻ്റെ ഗുണവും നമ്മുടെ ശരീരത്തിൻ്റെ വ്യത്യാസവും എല്ലാം ഞാൻ നേരത്തെ ഉള്ള എപ്പിസോഡുകൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ജീവൻ്റെ പുസ്തകത്തിൽ പേരില്ലാത്തവരെ അതിൽ പ്രവേശിപ്പിക്കുകയില്ല. മൂന്നാമതൊരു പുസ്തകം കൂടെയുണ്ട്. മലാക്കി 3:16.
അതിൽ സ്മരണയുടെ പുസ്തകം എന്ന് പറയുന്നു. സങ്കീർത്തനം 139:16 ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലായിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞൊരു റെഫറൻസ് സങ്കീർത്തനം 139:16 അതിനേക്കാളും ക്ലിയർ ആയിട്ടുള്ള റെഫറൻസാണ്, ആ പേര് പറഞ്ഞുള്ള റെഫറൻസാണ് മലാക്കി 3:16. മലാക്കി 3:16 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യഹോവ ഭക്തന്മാർ എന്ന് തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ ഈ സ്മരണ പുസ്തകത്തിൽ ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഈ പുസ്തകങ്ങൾ വെച്ച് വിധിച്ച് നീതിയോട് ആളുകളെ, ദുഷ്ടന്മാരെ നരകത്തിലേക്ക് തള്ളിയിടും എന്നുള്ള ഒരു കാര്യമാണ്. ഇനി ഏതെങ്കിലും രീതിയിൽ ദൈവത്തിന് തെറ്റുപറ്റിയെന്ന് ക്ലെയിം ചെയ്യാൻ ചിലപ്പോൾ അറിയാനൊക്കത്തില്ലല്ലോ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഫോഷ്ക്ക് പറയുകയും ഫോഷ്ക്ക് ഇഷ്ടപ്പെടുകയും ദുഷ്കർമ്മികളും ഒക്കെയാണ് ഈ ഒന്നാം പുനരുത്ഥാനത്തിൽ വരാത്തത്. അവർ പിന്നെ ഈ ഉയർക്കുന്നത് ന്യായവിധിക്ക് വേണ്ടിയാണ് ഉയർക്കുന്നത്. അവരവിടെ വന്ന് പല ക്ലെയിമുകളും ഉണ്ടാക്കും. ഞാനങ്ങനെ വിചാരിക്കുന്നത്. സകലതും അറിയുന്ന ദൈവത്തിൻ്റെ മുന്നിൽ വന്നിട്ട് എല്ലാ ക്ലെയിമുകളും അവരുണ്ടാക്കും. എന്നെ എന്തുകൊണ്ടാണ് നരകത്തിലിട്ടത്, അല്ലെങ്കിൽ എന്നെ എന്തുകൊണ്ടാണ് യാതനാ സ്ഥലത്തിട്ടത്, എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ക്ലെയിമുണ്ട്, ഞാൻ ഇന്നതൊക്കെ ചെയ്തില്ലേ, ഇതൊക്കെ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാനല്ലേ എന്നൊക്കെ പറഞ്ഞ് പല ക്ലെയിമുകളും ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ദൈവവചനവും ജീവൻ്റെ പുസ്തകവും സ്മരണയുടെ പുസ്തകവും എല്ലാം തുറന്നു വെച്ചിരിക്കുകയാണ്. എല്ലാം ഇതിനു വേണ്ടി കാണിക്കാൻ ദൈവം പ്രൂഫ് കൊടുക്കണമല്ലോ. അതിനുവേണ്ടി നമുക്ക് ഇനി തുടർന്ന് ഇത് ചിന്തിക്കാൻ, നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ഞാൻ ഇതിൽ തീരുമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് സാക്ഷികളൊക്കെ ഉണ്ടല്ലോ, സാക്ഷികളെക്കുറിച്ചുമൊക്കെ നമ്മൾ ചിന്തിക്കണം. നമുക്ക് ഒരു കോടതി ചെല്ലുമ്പോൾ ജഡ്ജ് മാത്രമല്ലല്ലോ, വക്കീലും സാക്ഷികളും എല്ലാം ഉണ്ടല്ലോ. ഇതെല്ലാം നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളിത് തീരുമാനമായിട്ട് കാണണം, മറ്റുള്ളവർക്കിത് പങ്കുവയ്ക്കണം. ഇത് നമ്മുടെ ലൈഫ് ആൻഡ് ഡെത്ത് ആയിട്ട് റിലേറ്റ് ചെയ്ത്, നമ്മുടെ ഡെസ്റ്റിനിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണല്ലോ. തീർച്ചയായും ഈ ന്യായവിധിക്ക് നമ്മൾ ഒരിക്കലും അകപ്പെടാതിരിക്കാൻ നമ്മളെ തന്നെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും വേണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അന്ത്യന്യായവിധിയെക്കുറിച്ചാണല്ലോ ചിന്തിക്കുന്നത്. ഈ അന്ത്യന്യായവിധിയിൽ ഞങ്ങളാരും അകപ്പെടില്ല എന്നുള്ള വിശ്വാസത്തിൽ ജീവിപ്പാൻ സഹായിക്കണമേ. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതിയവരൊന്നും അന്ത്യന്യായവിധിയിൽ വരികയില്ല, അതിനു മുമ്പ് തന്നെ അവരെടുക്കപ്പെടും എന്ന് നിൻ്റെ വചനത്തിലുണ്ടല്ലോ. ഞങ്ങൾ ദൈവത്തിനനുസരിച്ച് ജീവിക്കുകയും ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതുകയും ചെയ്യപ്പെടുവാനായിട്ട് ഞങ്ങളെ നീ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും അങ്ങൊരു അനുഭവത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഇന്നത് വരുവാനായിട്ട് കർത്താവെ നീ ഇടവരുത്തും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചില വേദനയിലിരിക്കുന്ന ചില വ്യക്തികളെ ദൈവം കാണിച്ചു തരുന്നു. ഈ ദിവസങ്ങളിൽ വായിൽ അൾസർ വന്നിട്ടോ അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ ഇഷ്യൂ വന്നിട്ടോ പല്ലിനകത്തുള്ള പ്രയാസം കൊണ്ടോ വേദനയായിട്ട് അനേകം മരുന്നുകളും ഗുളികയൊക്കെ കഴിക്കുന്ന ചില വ്യക്തികളെ ഇന്ന് ദൈവം വലിയ വിടുതൽ തരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ആ വായിക്കകത്തുള്ള എല്ലാ പ്രയാസങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രയാസങ്ങളും മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ചെവിയായിട്ട് ബന്ധപ്പെട്ടുള്ള വേദനകളിലിരിക്കുന്ന ചില വ്യക്തികളെ ദൈവം കാണിച്ചു തരുന്നു. ഇന്ന് ആ ചെവിയുമായിട്ട് ബന്ധപ്പെട്ട് ആ ഫ്ലൂയിഡിൻ്റെ ഇൻബാലൻസ് ആണോ തലകറക്കമാണോ എന്താണെന്ന് അറിയത്തില്ല. യേശുവിൻ്റെ നാമത്തിലെ ആ പ്രയാസങ്ങളെല്ലാം ഇന്ന് മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമോ? ദൈവം ആ പ്രാർത്ഥനകളെ കേൾക്കുകയും ഉത്തരം തരികയും ചെയ്യും. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, സഹായിക്കും. ഏതെങ്കിലുമൊക്കെ ശരീരത്തിൻ്റെ അവയവങ്ങൾ പ്രയാസമുള്ള ചിലരെ ഇന്ന് നിങ്ങൾ ആ വലങ്കൈ ആ അവയവത്തിലേക്ക് വെച്ചൊന്ന് പ്രാർത്ഥിക്കുമോ? ദൈവം വലിയൊരു വിടുതൽ തരുകയും സഹായിക്കുകയും ചെയ്യും. ഏത് അവയവമായാലും, കണ്ണായാലും ഹൃദയമായാലും അതുപോലെ ലിവറായാലും വയറിൻ്റെ പ്രശ്നങ്ങളായാലും മുട്ടിൻ്റെ പ്രശ്നങ്ങളായാലും ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമോ? ഇന്ന് വലിയൊരു ആശ്വാസവും സമാധാനവും നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വന്നു ചേരും. കർത്താവേ, അവരെല്ലാം ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നോടൊപ്പം പ്രാർത്ഥിച്ചവരെ ദൈവം അനുഗ്രഹിക്കുകയും വിടുവിക്കുകയും ചെയ്യണമേ. ആവശ്യങ്ങൾ കൂടെ ഇരിക്കണമേ. രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. പ്രയർ റിക്വസ്റ്റ് ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരണം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.